നമസ്കാരം കൂട്ടുകാരെ. 2003 പുറത്തിറങ്ങിയ ചലച്ചിത്രം ബുള്ളറ്റ് പ്രൂഫ് മങ്കിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 1943 ടിബറ്റിൽ ബുദ്ധസന്യാസികൾ തങ്ങിപ്പാർക്കുന്ന ഒരിടം. അവിടെയെന്ന് ഒരു ഗുരു തന്റെ ശിഷ്യനെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഗുരുവിനോളം മികച്ചവനായി ആ ശിഷ്യൻ വളർന്നിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഗുരു എല്ലാം കൊണ്ടും യോഗ്യനായി മാറിയ തന്റെ ആ ശിഷ്യനോട് സംസാരിച്ചു. യുഗങ്ങളായി ബുദ്ധസന്യാസികൾ സംരക്ഷിച്ചു പോരുന്ന ഒരു സ്ക്രോളുണ്ട്. ദിവ്യവചനങ്ങൾ ആലേപനം ചെയ്തിരിക്കുന്ന ഒന്ന്. ആ സ്ക്രോൾ വായിക്കപ്പെട്ടാൽ ലോകത്തിലെ എല്ലാവിധ ശക്തികളും ലോകം അടക്കി ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ മനുഷ്യൻ മാറ്റപ്പെടും. അമരത്വമുള്ളവനായി മാറും. അയാളിൽ എന്നും ചെറുപ്പം നിലനിൽക്കും. ലോകത്തിലെ മുഴുവൻ ശക്തികളും അയാൾക്ക് വന്നുചേരും. അത് സംരക്ഷിക്കുന്ന ബുദ്ധസന്യാസിമാർ പോലും അത് വായിച്ചേരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലർക്ക് മാത്രമാണ് അത് സംരക്ഷിക്കാൻ അനുവാദം കിട്ടുക. സ്ക്രോൾ സംരക്ഷിക്കുന്ന വ്യക്തിയെ ആ സ്ക്രോളും തിരിച്ച് സംരക്ഷിക്കും. മികച്ച കഴിവുകളും ശക്തികളും ആ വ്യക്തിക്ക് സ്ക്രോൾ പകർന്നു നൽകും. അയാൾക്ക് വയസ്സാവില്ല, എന്നും ചെറുപ്പമായിരിക്കും. അയാളുടെ മുറിവുകൾ ഭേദപ്പെടും. പക്ഷേ എന്നിരുന്നാലും ഓരോ ഗുരുവും 60 കൊല്ലക്കാലമാണ് സ്ക്രോൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ പ്രവചിക്കപ്പെട്ട പോലെ അവർക്ക് മുമ്പിലേക്ക് അതിന്റെ അനന്തരാവകാശി സക്സസർ വന്നുചേരും. 3 പരീക്ഷണ ലെവലുകൾ അല്ലെങ്കിൽ 3 പ്രവചനങ്ങളുണ്ട്. അത് മൂന്നും ആ സക്സസറിൽ പാലിക്കപ്പെടുന്നത് സംഭവിക്കുന്നത് ആ ഗുരുക്കന്മാർക്ക് നോക്കിക്കാണാനായാൽ സ്ക്രോളിന്റെ അടുത്ത സക്സസറായി താൻ കണ്ടെത്തിയ തന്റെ ആ ശിഷ്യനെ ഗുരുവിന് നിയോഗിക്കാം. തന്റെ മുഴുവൻ ശക്തികളും ആ ശിഷ്യന് പകർന്നു നൽകാം. ആ നിമിഷം യുവത്വം നിലനിന്നിരുന്ന ഗുരു തന്റെ മേലുള്ള സ്ക്രോളിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി വയോവൃത്തനായി മാറും. പിന്നീട് സ്വസ്തിയിലേക്ക് ആ ഗുരുവിന് മടങ്ങാം. അന്നും സ്ക്രോളിന്റെ സക്സസറായിരുന്ന ആ ടിബറ്റൻ ഗുരു തന്റെ ശിഷ്യനെ പ്രവചിക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു. തന്റെ മുഴുവൻ ശക്തികളും അദ്ദേഹത്തിന് പകർന്നുകൊടുത്തു. ഇതേ സമയം ടിബറ്റ് ആക്രമിക്കാനെത്തിയ ജർമ്മൻ നാസി പട്ടാളത്തിലെ കേണലായ സ്ട്രക്കർ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സ്ക്രോൾ കണ്ടെത്തി അതിലൂടെ ശക്തി പ്രാപിച്ച് അമരത്വമുള്ളവനാകണം എന്ന് സ്ട്രക്കർ ആഗ്രഹിച്ചിരുന്നു. ആ ആക്രമണത്തിൽ ഗുരുവും അവിടുണ്ടായിരുന്ന നിരവധി ബുദ്ധസന്യാസിമാരും കൊല്ലപ്പെട്ടു. സ്ക്രോളുമായി പുതുതായി ഗുരുസ്ഥാനം നൽകപ്പെട്ട് സ്ക്രോളിന്റെ സംരക്ഷകനായ മങ്ക് മലഞ്ചെരുവിൽ നിന്ന് എടുത്തുചാടി രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നീട് 60 കൊല്ലത്തിനു ശേഷം വർഷം 2003 കാർ എന്നൊരു പോക്കറ്റടിക്കാരൻ പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. പതിവ് പോലെ തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷനിൽ അവൻ തന്റെ മോഷണ ശ്രമങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശ്രമത്തിനിടയിൽ അവൻ പോലീസ് പിടിയിലായതായിരുന്നു. പക്ഷേ വിദഗ്ധമായി അവൻ രക്ഷപ്പെട്ടു പോന്നു. ഇതേ സമയത്തായിരുന്നു അതേ സ്റ്റേഷനോട് ചേർന്ന് പണ്ട് രക്ഷപ്പെട്ടു പോന്നിരുന്ന ബുദ്ധസന്യാസി ഒരു പത്രവും വായിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. തന്നെ പിന്തുടർന്നു വരുന്ന ദുഷ്ടശക്തിയുടെ ആളുകൾ എത്തുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ അദ്ദേഹം ഓടിമാറുകയാണ്. കഴിഞ്ഞ 60 കൊല്ലമായി ഗുരുവായി മാറിയ ആ ബുദ്ധസന്യാസിയെ പിടികൂടുവാനും സ്ക്രോൾ അയാളിൽ നിന്നും മോഷ്ടിച്ചെടുക്കുവാനും വേണ്ടി സ്ട്രക്കറുടെ ആളുകളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്ട്രക്കറുടെ ആ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ബുദ്ധസന്യാസി എത്തിച്ചേരുന്നത് കാറുണ്ടായിരുന്ന അതേ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. രണ്ടുപേരും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു പോലുമുണ്ട്. ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു കരച്ചിൽ കേട്ടു. ഒരു കുട്ടി റെയിൽവേ ട്രാക്കിൽ വീണ് സ്റ്റെക്കായി പോയിരുന്നു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ് ആ കുട്ടിയുടെ അമ്മ നിലവിളിക്കുന്നുണ്ട്. ഒട്ടും മടിച്ചില്ല ബുദ്ധസന്യാസി റെയിൽവേ ട്രാക്കിലിറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നാലെ കാറും കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചാടി വീണിരുന്നു. ട്രെയിനാണെങ്കിൽ അങ്ങോട്ടേക്ക് അടുത്തടുത്തു വരുന്നു. ജീവൻ പോലും പണയം വെച്ച് ബുദ്ധസന്യാസിയും കാറും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. അതേ ട്രെയിനിന്റെ സഹായത്തോടെ കുറച്ചു ദൂരത്തേക്ക് അവർ മാറിയിറങ്ങുകയും ചെയ്തിരുന്നു. ഏറെ സെൽഫ്ലെസ് ആയി മറ്റൊരാളെ ജീവൻ പോലും പണയം വെച്ച കാറിനെ ബുദ്ധസന്യാസിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ താൻ മോഷ്ടിച്ച പണമടക്കം പോയതിൽ കാറിന് നിരാശയുണ്ടായിരുന്നു. ഒഴിഞ്ഞ ഒരിടത്തു വെച്ച് കാറും ബുദ്ധസന്യാസിയും പരിചയപ്പെട്ടു. ഇരുവരും ഒരു ഹഗ് കൈമാറുന്ന സമയം കാർ ബുദ്ധസന്യാസിയുടെ സ്ക്രോള് മോഷ്ടിക്കുകയാണ്. ശേഷം ഇരുവരും യാത്ര പറഞ്ഞ് രണ്ടു വഴിക്കായി പിരിഞ്ഞു. മുന്നോട്ട് നടന്നു നീങ്ങിയ കാറിന് പക്ഷേ അവിടുള്ള ഒരു സംഘം ആളുകൾ എതിരിടുന്നു. ആ ഏരിയ കൺട്രോൾ ചെയ്യുന്ന പിക് പോക്കറ്റ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആയിരുന്നു അവർ. കാറിനെ അവർ അവരുടെ തട്ടകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മോഷണം നടത്തിയതിന്റെ പേരിൽ തങ്ങളുടെ ഏരിയ ആണെന്നൊക്കെ പറഞ്ഞ് കാറിനെ അവർ ടോർച്ചർ ചെയ്യാനും മറ്റും ആരംഭിച്ചു. കാറിന്റെ പക്കൽ അവരുടെ കയ്യിൽ കൊടുക്കുവാൻ മോഷ്ടിച്ചതായി ആകെ ആ സ്ക്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർ അത് അവർക്ക് കൊടുത്തെങ്കിലും ഈ സ്ക്രോളാണോ നീ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് അവർ കാറിനോട് ദേഷ്യപ്പെടുകയായിരുന്നു
ചെയ്യുകയായിരുന്നു ചെയ്തത്. കാർ തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നും അവർ ആരോപിച്ചു. അതോടെ കാറിനെതിരെ അവിടെ ഒരു ഫൈറ്റ് തന്നെ ഉടലെടുക്കുകയാണ്. പക്ഷെ ആ പോക്കറ്റടി സംഘത്തിലുണ്ടായിരുന്ന ജേഡ് എന്നൊരു പെൺകുട്ടി മാത്രം കാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്ക്രോള് കയ്യിൽ കിട്ടിയ പോക്കറ്റടിക്കാരുടെ നേതാവായ ആളാകട്ടെ അതവിടെ നിന്ന് വലിച്ചെറിഞ്ഞു. അത് ഉരുണ്ടു ചെന്ന് വീണതോ കാൾ സ്ക്രോൾ മോഷ്ടിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് കാളിനെ പിന്തുടർന്നെത്തിയ മറഞ്ഞിരിക്കുന്ന ബുദ്ധസന്യാസിയുടെ മുന്നിലേക്കായിരുന്നു. ബുദ്ധസന്യാസി സ്ക്രോൾ എടുത്ത് സുരക്ഷിതമായി വെച്ചു. ശേഷം അവിടെ നടക്കുന്ന കാഴ്ചകൾ നിരീക്ഷിച്ചു. അവിടെ നടന്ന സംഭവ വികാസങ്ങൾക്ക് ശേഷം സുരക്ഷിതമായി മോചിതനായ കാൾ സുരക്ഷിതമായി തെരുവിലേക്കെത്തുകയാണ്. ആ തെരുവിൽ വെച്ച് കാളിനെ ബുദ്ധസന്യാസി വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രവചനം പിക് പോക്കറ്റ് സംഘത്തിനോട് എതിരിട്ടപ്പോൾ കാൾ പൂർണ്ണമാക്കുന്നത് ബുദ്ധസന്യാസി കണ്ടിരുന്നു. അതുകൊണ്ട് കാളിനെ നിരീക്ഷിക്കാനായിരുന്നു ബുദ്ധസന്യാസി അവന്റെ പിന്നാലെ എത്തിയിരുന്നത്. പക്ഷെ ബുദ്ധസന്യാസിയെ കാൾ അവോയ്ഡ് ചെയ്തു. താൻ ജോലി നോക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ഗോൾഡൻ പാലസ് സിനിമാസിലേക്ക് എത്തി. ആ പഴയ തിയേറ്റർ ഉടമ മിസ്റ്റർ കൊജിമ എന്ന വ്യക്തിയായിരുന്നു. കാളായിരുന്നു അവിടെ റീലുകൾ മാറ്റി റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതും ആ പഴയ തിയേറ്ററിന്റെ കഫേ നടത്തിക്കൊണ്ടിരുന്നതും. അവിടെ തന്നെ ഒരിടത്തായിരുന്നു കാൾ താമസിക്കുന്നതും. വളരെ ചെറിയൊരു തുക മാത്രം വാടകയായിരുന്നു മിസ്റ്റർ കൊജിമ കാളിനടുക്കൽ നിന്ന് വാങ്ങാറുള്ളതും. അന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞതും ഒരു ഡ്രിങ്കും എടുത്ത് ഒന്ന് സ്വസ്ഥമാകുവാൻ കാൾ തീരുമാനിച്ചു. പെട്ടെന്നായിരുന്നു ബുദ്ധസന്യാസി വീണ്ടും അവിടെ എത്തിയത്. ബുദ്ധസന്യാസിയെ കണ്ട് കാളൊന്ന് ഞെട്ടുന്നുണ്ട്. അതോടെ ബുദ്ധസന്യാസിയെ ആക്രമിക്കാൻ കാൾ നോക്കി. പക്ഷേ മികച്ച സ്കില്ലുകളുള്ള ബുദ്ധസന്യാസിയെ ആക്രമിക്കൽ നടക്കുമോ? തിരികെ ഒന്നും ചെയ്യാതെ തന്നെ കാളിന്റെ ഓരോ നീക്കത്തിൽ നിന്നും ബുദ്ധസന്യാസി ഒഴിഞ്ഞുമാറി. ഒടുവിൽ പരാജയം സമ്മതിച്ച കാൾ അവിടെ ഇരിക്കുകയാണ്. ആ സമയം ബുദ്ധസന്യാസിയോട് നിങ്ങളെ എന്തിനാ ഈ ആളുകൾ ഇങ്ങനെ പിന്തുടരുന്നേ എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധസന്യാസി മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല അവിടെ റെസ്റ്റ് എടുക്കാനും ആരംഭിച്ചു. മറുവശത്ത് പിക് പോക്കറ്റ് ഗ്യാങ്ങിൽ വെച്ച് കാളിനെ സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ഉണ്ടാക്കിയ ജേഡ് എന്ന പെൺകുട്ടിയാകട്ടെ അവരുടെ ഗ്യാങ് വിട്ടിറങ്ങിയിരുന്നു. ആ സമയത്തായിരുന്നു അവളുടെ നെക്ലസ് മോഷണം പോയ കാര്യം അവൾ തിരിച്ചറിയുന്നതും. ഫൈറ്റിൽ വെച്ച് കാളുമായി ഫ്ലേട്ട് ചെയ്തപ്പോൾ കാൾ വിദഗ്ധമായി മോഷ്ടിച്ചതായിരിക്കുമത് എന്നവൾ തിരിച്ചറിയുന്നുണ്ട്. അതോടെ ജേഡും കാളിനെ തിരയാൻ തുടങ്ങുന്നു. അവളുടെ അമ്മ കൊടുത്ത ആ നെക്ലസ് അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ബുദ്ധസന്യാസിയെ പിന്തുടരുന്നത് മുഴുവൻ പഴയ ജർമ്മൻ ക്യാപ്റ്റനായിരുന്ന സ്ട്രക്കറായിരുന്നു. നിലവിൽ സ്ട്രക്കറെ അതിന് സഹായിക്കുന്നതാകട്ടെ പണബലവും ആയുധബലവും ഒക്കെയുള്ള സ്ട്രക്കറുടെ ഗ്രാൻഡ് ഡോട്ടർ നീനയാണ്. ബുദ്ധസന്യാസിയുടെ പക്കലുള്ള മാജിക്കൽ സ്ക്രോൾ കിട്ടിയാൽ അമരത്വം വഹിക്കാമെന്നറിയാവുന്ന സ്ട്രക്കർ അപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പടുവൃത്തനായി മാറിയെങ്കിലും അയാളുടെ ദുഷ്ടതയൊന്നും മാറിയിരുന്നില്ല. അന്നും സ്ട്രക്കർ നീനയോട് ബുദ്ധസന്യാസിയെ പിന്തുടർന്ന് സ്ക്രോൾ കരസ്ഥമാക്കാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം പതിവ് പോലെ കാൾ പിക് പോക്കറ്റിങ്ങിനിറങ്ങി. പക്ഷെ ബുദ്ധസന്യാസിയും അവിടെ ഉണ്ടായിരുന്നു. കാൾ മോഷ്ടിക്കുന്ന പേഴ്സുകളും മറ്റും ഉടനടി ബുദ്ധസന്യാസി വീണ്ടെടുത്ത് അതുടമകൾക്ക് കൊടുക്കും. കാളിനാണേൽ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. അതിന്റെ പേരിൽ കാളും ബുദ്ധസന്യാസിയും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ജേഡ് കടന്നുവരുന്നത്. തലേന്ന് നടന്ന ഫൈറ്റിനിടയിൽ നീ എന്റെ നെക്ലസ് മോഷ്ടിച്ചില്ലേ, അത് തിരികെ തരാൻ ജേഡ് കാളിനോട് പറഞ്ഞു. പക്ഷെ അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടേയില്ല എന്ന ഭാവമായിരുന്നു കാളിന്റേത്. ഉടൻ ബുദ്ധസന്യാസി അവൾക്കേറെ വിലപ്പെട്ട നെക്ലസ് അതവൾക്ക് തിരികെ കൊടുക്ക് എന്ന് പറഞ്ഞ കാളിനെ ഉപദേശിച്ചു. പക്ഷെ കാളപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. താൻ അതെടുത്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു അവൻ പറഞ്ഞത്. ഈ സമയം അവിടെ നിൽക്കുകയായിരുന്ന ബുദ്ധസന്യാസിയെ നീനയുടെ കയ്യാളുകൾ കാണുന്നുണ്ട്. അവർ ബുദ്ധസന്യാസിയെ പിടികൂടുവാൻ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. ബുദ്ധസന്യാസിയാകട്ടെ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും. ബുദ്ധസന്യാസിയുടെ കൂടെ കാളും ജെയ്ഡുമുണ്ടായതാണല്ലോ. അതുകൊണ്ട് നീനയുടെ കയ്യാളുകൾ അവരെയും പിന്തുടരാൻ ആരംഭിച്ചു. രക്ഷപ്പെടുവാൻ അവർക്കും ഓടേണ്ട വന്നു. ഒരു ഘട്ടത്തിൽ ഒന്നു ചേർന്ന് കാളും ബുദ്ധസന്യാസിയും മുമ്പിലേക്ക് ഓടി ഒരു ഷോപ്പിനകത്തേക്ക് കയറുകയാണ്. പുറംഭാഗത്ത് ലോണ്ടറി പോലെ തോന്നിയിരുന്ന ഒരു ഷോപ്പിൽ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ നിരവധി ബുദ്ധസന്യാസികൾ പാർക്കുന്ന ഒരിടമായി അത് മാറുന്നുണ്ടായിരുന്നു. ബുദ്ധസന്യാസിയെ കാണുന്നതും അവിടുണ്ടായിരുന്ന മറ്റ് ബുദ്ധസന്യാസിമാർ ആദരവോടെ വണങ്ങുന്നുണ്ട്. ഒരു ഗുരുവിനെ വണങ്ങുന്ന പോലെ. അവിടുത്തെ ഗുരു ക്രോൾ സംരക്ഷിക്കുന്ന മഹാഗുരുവായ ബുദ്ധസന്യാസിയെ അവർക്കിടയിലേക്ക് വെൽക്കം ചെയ്തു. മറുവശത്ത് കാറാകട്ടെ ഒന്നും മനസ്സിലാവാതെ അന്തിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഗുരുവും മഹാഗുരുവും തമ്മിൽ സംസാരിക്കുകയാണ്. 60 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞല്ലോ, അങ്ങയുടെ സക്സസറെ തിരഞ്ഞെടുക്കാറായില്ലേ? ഇവിടെ തന്നെ മികച്ച ശിഷ്യഗണങ്ങളുണ്ട് എന്നാ ഗുരു മഹാഗുരുവിനോട് പറയുന്നുണ്ട്. പക്ഷേ താനത് നോക്കിക്കാണുന്നത് കള്ളനായ കാളിലാണ് എന്നായിരുന്നു മഹാഗുരുവിന്റെ മറുപടി. ഒരു കള്ളനും കൊലപാതകികൾക്കുമൊക്കെ എങ്ങനെയാണ് പ്രവചനങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുക? ഒക്കെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതല്ലേ എന്ന് ഗുരു ചോദിക്കുമ്പോൾ എല്ലാവർക്കും പ്രവചനങ്ങൾ ബാധകമാണെന്നും നിലവിൽ അവൻ ഒരു പ്രവചനം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നും മറ്റ് 2 പ്രവചനങ്ങൾ കൂടി അവനിൽ കംപ്ലീറ്റ് ചെയ്യാൻ
ചെയ്യപ്പെടുമോ എന്നറിയാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും മഹാഗുരു വ്യക്തമാക്കി. ഇതേസമയം കാളാകട്ടെ പുറത്ത് ഗുരു പ്രപ്പോസ് ചെയ്ത് അവിടുത്തെ മികച്ച ശിഷ്യനുമായി ഒരു ഹാൻഡ് ഷേക്ക് ഫൈറ്റിൽ ഏർപ്പെടുകയായിരുന്നു. പക്ഷെ ആ ശിഷ്യന്റെ പവർ ഇല്ലാത്തതുകൊണ്ട് കാളിന്റെ കൈ നന്നായി വേദനിച്ചു. അവിടെ നിന്നും പുറത്തേക്ക് വന്ന മഹാഗുരു ആകട്ടെ കാളിന് ഫൈറ്റ് പഠിക്കണോ, താൻ സഹായിക്കാം എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ ഫൈറ്റിൽ താല്പര്യമുണ്ടായിരുന്ന കാളിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മഹാഗുരുവായ ബുദ്ധസന്യാസി കാളിനെ കുംഫു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. നിരവധി ദിവസങ്ങൾ ആ കുംഫു പ്രാക്ടീസ് നീണ്ടു. കാളിന്റെ കഴിവുകളും മെച്ചപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുള്ളയിടം മനസ്സിലാക്കി നീനയുടെ സംഘം അവരെ ആക്രമിക്കാനെത്തി. ഹെലികോപ്റ്ററിൽ നിന്നടക്കം അവർ ആക്രമിക്കപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സ്ക്രോൾ സംരക്ഷിക്കുവാൻ കാളിനെ ഏൽപ്പിച്ച് ഗുരുവായ ബുദ്ധസന്യാസി നീനയുടെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നടന്ന ഫൈറ്റിന്റെ ഫലമായി കാൾ കെട്ടിടത്തിന്റെ ഉയർച്ചയിൽ നിന്നും താഴേക്ക് പതിക്കുമെന്ന അവസ്ഥയിൽ വീണുകിടക്കാൻ തൂങ്ങിക്കിടക്കാൻ ആരംഭിച്ചു. സ്ക്രോളാകട്ടെ ആ തൂങ്ങിക്കിടക്കുന്നതിനിടയിൽ കാളിനടുത്തു നിന്നും ഉരുണ്ടകന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. താഴെ വീണ സ്ക്രോള് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന നീന തന്റെ കയ്യിലാക്കി. അതോടെ തന്റെ ആളുകളുമായി നീന അവിടെ നിന്ന് തിരികെ പോവുകയാണ്. മരണത്തിന്റെ വക്കോളമെത്തിയ കാളിനാകട്ടെ അതോടെ എല്ലാത്തിലും ഭയം തോന്നിയിരുന്നു. ബുദ്ധസന്യാസി പറഞ്ഞ പോലെ ബുദ്ധസന്യാസിയുടെ അനന്തരാവകാശിയൊന്നും തനിക്കാവണ്ട എന്ന് കാള് പറഞ്ഞു. താനൊക്കെയും വിട്ട് പോവുകയാണ് എന്നും മഹാഗുരുവിനോട് കാള് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സ്ക്രോള് കൊണ്ടുപോകപ്പെട്ടിട്ടും ബുദ്ധസന്യാസി ശാന്തനായി കാണപ്പെട്ടു. കാര്യങ്ങൾ താൻ അവനോട് വിശദീകരിക്കാം എന്ന് വ്യക്തമായി പറഞ്ഞു. വർഷങ്ങളായി സ്ട്രക്കർ തന്നെ പിടികൂടാനും സ്ക്രോൾ വീണ്ടെടുക്കാനും നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റിയും ആ സ്ക്രോൾ പകർന്നു നൽകുന്ന വലിയ ശക്തികളെപ്പറ്റിയും അത് പ്രൊട്ടക്ട് ചെയ്യുന്നവരെയും സ്ക്രോൾ തന്റെ ശക്തി കൊണ്ട് സംരക്ഷിക്കുന്നതിനെ പറ്റിയുമൊക്കെ ബുദ്ധസന്യാസി കാളിനോട് വിശദമായി പറഞ്ഞു. അതോടെ ഒക്കെ ഉപേക്ഷിച്ച് പോവാൻ നിന്ന കാൾ അത് വേണ്ടെന്ന് വെച്ച് ബുദ്ധസന്യാസിക്കൊപ്പം വീണ്ടും ചേരാൻ തീരുമാനിക്കുകയാണ്. മറുവശത്ത് താൻ നേടിയെടുത്ത മാജിക് സ്ക്രോളുമായി നീന സ്ട്രക്കറുടെ അടുത്തെത്തി. സ്ട്രക്കർ ആ മാജിക് സ്ക്രോൾ തുറന്ന് അതിനുള്ളിലുള്ളത് ടിബറ്റൻ ഭാഷയിലെ എഴുത്തു വായിച്ചു. പക്ഷേ അപ്പോഴാണ് സ്ട്രക്കർ അത് മനസ്സിലാക്കുന്നത് അത് വെറും ഫേക്കാണെന്ന കാര്യം. അതിൽ എഴുതിയിരുന്നത് ഒരു കറിയുടെ റെസിപ്പിയായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്ന മഹാഗുരുവായ ബുദ്ധസന്യാസി കയ്യിൽ കൊണ്ടു നടന്നിരുന്നത് ഫേക്കായ ഒരു സ്ക്രോളായിരുന്നു. യഥാർത്ഥ സ്ക്രോൾ അയാൾ മുമ്പേ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. നിലവിൽ ആ സ്ക്രോളിലെ വചനങ്ങൾ മുഴുവൻ ബുദ്ധസന്യാസിയുടെ ശരീരത്തിലും മനസ്സിലുമായിട്ടാണുള്ളത്. മറ്റാർക്കും അതിനെപ്പറ്റി അറിയുകയുമില്ല. നീനക്കേറ്റ തിരിച്ചടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നീന അന്വേഷണം ആരംഭിച്ചു. കാളിനെപ്പറ്റി അന്വേഷിച്ച് കാൾ താമസിക്കുന്ന ജോലി നോക്കുന്ന തിയേറ്ററിലേക്ക് നീന എത്തിച്ചേർന്നു. മിസ്റ്റർ കൊജീമയെ എതിരിട്ട് കാളിനെപ്പറ്റി ചോദിച്ചു. പക്ഷെ കൊജീമയാകട്ടെ ഒന്നും പറയാൻ ഒരുക്കമായിരുന്നില്ല. അതോടെ നീന കൊജീമയെ കൊന്നുകളഞ്ഞു. അന്ന് രാത്രിയോടെ അങ്ങോട്ടേക്ക് കാളും ബുദ്ധസന്യാസിയും മടങ്ങിയെത്തിയിരുന്നു. മിസ്റ്റർ കൊജീമ കൊല്ലപ്പെട്ട് കിടക്കുന്ന കണ്ട് കാൾ വല്ലാതെ ബുദ്ധിമുട്ടി. അവനീ ലോകത്ത് ബന്ധുവെന്ന് പറയാൻ ആകെയുണ്ടായിരുന്ന ആളായിരുന്നു ആ മരണപ്പെട്ടു പോയത്. കാളിന്റെ അവസ്ഥ കണ്ട് ബുദ്ധസന്യാസിയും വിഷമിക്കുന്നുണ്ട്. സ്ക്രോൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാളിനെ തിരഞ്ഞെടുത്തത് തന്റെ തെറ്റായിപ്പോയോ എന്നുവരെ ബുദ്ധസന്യാസിക്ക് ആ സമയം തോന്നി. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിതനാക്കി കാൾ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് ബുദ്ധസന്യാസി കാളിനെ വിട്ട് അവിടെ നിന്ന് പോരുകയാണ്. പക്ഷേ ബുദ്ധസന്യാസി പോയ ശേഷം കാൾ ഒരുപാട് ആലോചിച്ചു. മിസ്റ്റർ കൊജീമയെ കൊന്നതിന് തനിക്ക് പ്രതികാരം വീട്ടണം, ഒപ്പം സ്ക്രോൾ സംരക്ഷിക്കൽ തന്റെ നിയോഗമായിരിക്കും എന്ന് ചിന്തിച്ച കാൾ വീണ്ടും ബുദ്ധസന്യാസി ഉള്ളയിടത്തേക്ക് അന്വേഷിച്ചെത്തുകയാണ്. ബുദ്ധസന്യാസിയെ കണ്ട് തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും മിസ്റ്റർ കൊജീമയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ത്വരയും കാൾ പങ്കുവെച്ചു. ബുദ്ധസന്യാസി അതോടെ കാളിനെ വീണ്ടും തന്റെ കൂടെ കൂട്ടുകയാണ്. മറുവശത്ത് അപ്പോഴേക്കും ബുദ്ധസന്യാസിയും കാളും ഉണ്ടായിരുന്ന ബുദ്ധസന്യാസിമാർ മറവിൽ താമസിച്ചുകൊണ്ടിരുന്ന ആയിടം നീനയും സംഘവും കണ്ടെത്തിയിരുന്നു. അങ്ങോട്ടേക്ക് അവിടുത്തെ ചതിയനായ ഒരു ബുദ്ധസന്യാസിയുടെ സഹായത്തോടെ കടന്നെത്തിയ അവർ മുഴുവൻ ബുദ്ധസന്യാസികളെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയും കാളിനെയും മഹാഗുരുവായ ബുദ്ധസന്യാസിയെയും തിരയുവാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ചതിയനായ ഒറ്റുകാരൻ ബുദ്ധസന്യാസി അവിടെ ഉണ്ടായിരുന്നിട്ടും കാളിനെയും മഹാഗുരുവിനെയും പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. അവിടുത്തെ ചെറിയൊരു പാത വഴി രക്ഷപ്പെട്ട് കാളും മഹാഗുരുവും പുറത്തു കടന്നിരുന്നു. പിടികൂടപ്പെട്ട ആ ബുദ്ധസന്യാസിമാർ സ്ട്രക്കറുടെ ഇടത്തേക്ക് എത്തിക്കപ്പെടുകയാണ്. അതിൽ എല്ലാവരെയും ചതിച്ച് സ്ക്രോൾ കിട്ടിയാൽ അതിന്റെ ശക്തി പകർന്നു നൽകും എന്ന വാഗ്ദാനത്തിൽ വീണുപോയ ബുദ്ധസന്യാസിയെ സ്ട്രക്കർ ആദ്യമേ തിരഞ്ഞെടുത്തു. ആളുകളുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന, ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു മെഷീൻ സ്ട്രക്കർ ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമേ തന്നെ ചതിയനായ ബുദ്ധസന്യാസിയെ കൊലപ്പെടുത്തി. മറുവശത്തപ്പോൾ കാറും ബുദ്ധസന്യാസിയും ചേർന്ന് അഭയം തേടി ഒരു വലിയ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കാറ് മനസ്സിലാക്കുന്നത്
അത് ജെയ്ഡിന്റെ വീടാണ്. ജെയ്ഡിന്റെ അച്ഛൻ വലിയൊരു റഷ്യൻ മാഫിയ ബോസ് ആയിരുന്നു. നിലവിൽ പിടിക്കപ്പെട്ട അമേരിക്കയിൽ ജയിലിലാണ്. ആ വലിയ വീട്ടിൽ തനിച്ചു താമസിച്ച് സ്വസ്ഥതയില്ലാതായപ്പോഴായിരുന്നു ജെയ്ഡ് പോക്കറ്റടിക്കാരുടെ കൂടെ ഒരു തമാശയ്ക്ക് കൂടിയത്. അവിടെ വെച്ച് കാറിനെ കണ്ട് അതിശയിച്ച് ജെയ്ഡും കാറും തമ്മിൽ ചെറിയ തമ്മിത്തല്ലുണ്ടാകുന്നു. പ്രണയത്തോടെയുള്ള ഏറ്റുമുട്ടലായിരുന്നു അത്. അവിടെ വെച്ച് കാർ ജെയ്ഡിന്റെ പഴയ നെക്ലസ് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ അങ്ങോട്ടേക്ക് ബുദ്ധസന്യാസി കടന്നുവരികയാണ്. ബുദ്ധസന്യാസി ഇരുവരെയും ആശ്വസിപ്പിച്ച് സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നീനയും സംഘവും കടന്നു വന്നു. ബുദ്ധസന്യാസിയെ പ്രത്യേക കെമിക്കൽ കൊണ്ട് ആക്രമിച്ച് അവർ മയക്കി കിടത്തി. വൈകാതെ ബുദ്ധസന്യാസിയുടെ ശരീരത്തിൽ പച്ചകുത്തപ്പെട്ട നിലയിലാണ് സ്ക്രോളിലെ വചനങ്ങളുള്ളത് എന്ന് നീന തിരിച്ചറിഞ്ഞു. അതോടെ ബുദ്ധസന്യാസിയെ നീന തന്റെ ഗ്രാൻഡ് ഫാദർ സ്ട്രക്കറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു തരത്തിൽ നീനയുടെയും ആളുകളുടെയും അടുത്തുനിന്ന് കാറും ജെയ്ഡും രക്ഷപ്പെട്ടിരുന്നു. ബുദ്ധസന്യാസിയെ രക്ഷപ്പെടുത്തണം, സ്ക്രോൾ സംരക്ഷിക്കണം എന്ന് കാർ തീരുമാനിച്ചിരുന്നു. ജെയ്ഡിന്റെ സഹായത്തോടെ കാർ അവിടെ നിന്നും അതിനുവേണ്ടി പുറപ്പെടുകയാണ്. അപ്പോഴേക്കും തങ്ങളുടെ സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞിരുന്ന നീന ബുദ്ധസന്യാസിയുടെ ശരീരത്തിലെ പച്ചകുത്തൽ സ്കാൻ ചെയ്ത് തന്റെ ഗ്രാൻഡ് ഫാദറിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിലൂടെ വചനങ്ങൾ വായിച്ച അയാൾ ചെറുപ്പക്കാരനായി ഉയർത്തെഴുന്നേൽക്കാൻ ആരംഭിച്ചു. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ സ്ക്രോൾ വചനങ്ങളിലെ അവസാന വചനം അതിൽ എഴുതപ്പെട്ടിട്ടില്ല. അതുള്ളത് ബുദ്ധസന്യാസിയുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ ഓർമ്മയിലാണ്. അതോടെ ബുദ്ധസന്യാസിയെ താൻ തയ്യാറാക്കിയ മെഷീനിൽ കൊണ്ടുവന്ന് അത് മനസ്സിലാക്കിയെടുക്കാനും ക്രൂരമായി കൊലപ്പെടുത്താനും സ്ട്രക്കർ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി സ്ട്രക്കർ പ്രവൃത്തികളും ആരംഭിച്ചു. അപ്പോഴേക്കും കാർ എതിരാളികളെ പരാജയപ്പെടുത്തി സ്ട്രക്കറുള്ള ഭാഗത്തേക്കും എത്തിച്ചേർന്നിരുന്നു. പക്ഷേ കരുത്തുറ്റ സ്ട്രക്കറെ എതിരിടൽ സാധാരണക്കാരനായ കാറിന് പറ്റുന്ന കാര്യമായിരുന്നില്ല. മറുവശത്ത് അപ്പോഴേക്കും ജെയ്ഡ് നീനയെ പരാജയപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നും പോന്ന ജെയ്ഡ് അവിടെ ബന്ദിയായിരുന്ന കുറെ ബുദ്ധസന്യാസികളെ മോചിപ്പിച്ചു. ബുദ്ധസന്യാസിയും കാറും ചേർന്ന് ശക്തിയുറ്റവനായി മാറിയ സ്ട്രക്കറെ ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ ആക്രമണം ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലേക്കും അവരെ കൊണ്ടെത്തിച്ചു. ഒടുവിൽ തൂങ്ങിയാടുന്ന ഒരു വലിയ ഇരുമ്പ് ഷീറ്റിൽ നിന്ന് അവരുടെ പോരാട്ടം മുറുകുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കാർ സ്ട്രക്കറുടെ പിടിയിലകപ്പെട്ടു. കാറിനെ അവിടെ നിന്നും പൊക്കിയെടുത്ത് വളരെയധികം ഉയരത്തിലുള്ള അവർ നിൽക്കുന്ന ഇടത്തു നിന്നും താഴേക്കിട്ട് കൊല്ലുമെന്നും ഇല്ലെങ്കിൽ അവസാന വചനം പറയുവാനും ബുദ്ധസന്യാസിയോട് സ്ട്രക്കർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ബുദ്ധസന്യാസി അതിനൊരുക്കമായിരുന്നില്ല. കഷ്ടപ്പെട്ടു നിന്ന കാറിലേക്ക് പെട്ടെന്നൊരു ശക്തി പകർന്ന് സ്ട്രക്കറെ വകവരുത്താൻ നിനക്ക് സാധിക്കുമെന്ന് ബുദ്ധസന്യാസി പറയുകയാണ്. പിന്നാലെ സ്ട്രക്കറെ ഇടിച്ച് താഴെ വീഴാതെ കാർ വിദഗ്ധമായി രക്ഷപ്പെട്ടു. ആ ഒരു നീക്കത്തിൽ കാർ തന്നെ സ്ട്രക്കറെ ചവിട്ടി താഴേക്ക് വീഴുന്ന തരത്തിലേക്കാക്കുകയും ചെയ്തു. താഴേക്ക് പതിക്കാൻ പോയ സ്ട്രക്കറെ രക്ഷപ്പെടുത്താൻ ബുദ്ധസന്യാസി ഒരു ദണ്ട് നീട്ടി. നന്നാവാൻ 60 കൊല്ലം നിനക്ക് ഞാൻ സമയം തന്നതാണ് എന്ന് ബുദ്ധസന്യാസി പറഞ്ഞു. ഞാൻ നന്നാവില്ലടാ എന്ന് പറഞ്ഞ് സ്ട്രക്കർ ആ പിടിവിടുകയാണ്. താഴേക്ക് പതിച്ച സ്ട്രക്കർ ഇലക്ട്രിക് ലൈനിലായിരുന്നു വന്നു വീണത്. അയാൾക്ക് സാരമായി ഷോക്കേൽക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾ സുരക്ഷിതരായി എന്ന് ചിന്തിച്ച് കാറും ബുദ്ധസന്യാസിയും അവിടെ നിന്ന് സുരക്ഷിതരായി ആ ബിൽഡിങ്ങിന്റെ താഴേക്ക് വരുന്നു. മറ്റ് ബുദ്ധസന്യാസിമാരെ രക്ഷപ്പെടുത്തി ജെയ്ഡും അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ബുദ്ധസന്യാസികളെ രക്ഷപ്പെടുത്തിയതിലൂടെ മൂന്നാമത്തെ പ്രവചനവും കാർ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ മഹാഗുരു ബുദ്ധസന്യാസി സ്ക്രോളും അത് സംരക്ഷിക്കാനുള്ള തന്റെ ഉത്തരവാദിത്വവും കാറിന് പകർന്നു നൽകാനൊരുങ്ങി. ഏവരും കൈകൂപ്പി നിന്നു. തന്റെ ശക്തി മുഴുവൻ കാറിലേക്ക് ബുദ്ധസന്യാസി പകർന്നു നൽകി. തൊട്ടു പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് കൊല്ലപ്പെട്ടിട്ടില്ലാത്ത സ്ട്രക്കർ കടന്നു വന്നത്. തോക്കെടുത്ത് സ്ട്രക്കർ അവരെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയതും ജെയ്ഡ് മുന്നിൽ ചാടി വീണ് അവരെ രക്ഷിച്ചുകൊണ്ട് സ്ട്രക്കറിന്റെ ബുള്ളറ്റ് ഏറ്റുവാങ്ങി. കാർ മടിച്ചില്ല. അന്തരീക്ഷത്തിൽ പറന്നുയർന്ന് പാഞ്ഞു ചെന്ന് സ്ട്രക്കറെ ചവിട്ടിയിട്ടു. സ്ട്രക്കറുടെ ദേഹത്തേക്ക് അവിടെയുള്ള വലിയൊരു പ്രതിമ മറിഞ്ഞു വീണിരുന്നു. പൂർണ്ണമായും സ്ക്രോൾ വായിക്കാൻ കഴിയാതിരുന്ന അതിന്റെ പവർ മുഴുവൻ ലഭിക്കാതിരുന്ന സ്ട്രക്കർ ആ നിമിഷം കൊല്ലപ്പെടുകയാണ്. വെടിയേറ്റ് വീണുകിടന്ന ജെയ്ഡിനടുത്തേക്ക് കാർ ഓടിയെത്തി. വെടിയേറ്റ ഭാഗം നോക്കുവാൻ അവളുടെ വസ്ത്രത്തിലെ കുറച്ചു ഭാഗം മാറ്റിയതും അവളുടെ ശരീരത്തിലും സ്ക്രോൾ വചനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായി കാർ അതിശയത്തോടെ നോക്കിക്കണ്ടു. ആ നിമിഷം മഹാഗുരു ബുദ്ധസന്യാസി ഒന്നുകൂടെ തിരിച്ചറിയുകയായിരുന്നു. 3 പ്രവചനങ്ങൾ കാർ പൂർണ്ണമാക്കിയതിനൊപ്പം ജെയ്ഡും പൂർണ്ണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവളും സ്ക്രോളിന്റെ അനന്തരാവകാശിയായി അടുത്ത സംരക്ഷകയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ കാറിന് എല്ലാ പവറുകളും പതിച്ചു നൽകിയപ്പോൾ അത് അവളിലേക്കും വന്നുപെട്ടിട്ടുണ്ട്. ഉടനടി അവളുടെ മുറിവുകൾ മായാനാരംഭിച്ചു. ജെയ്ഡ് ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കാറിനും ജെയ്ഡിനും വേണ്ട പരിശീലനവും മറ്റും ബുദ്ധസന്യാസി നൽകിയിരുന്നു. ഒടുവിൽ അവസാനമായി തന്റെ മനസ്സിൽ സൂക്ഷിച്ച സ്ക്രോളിലെ അവസാന വചനം 2 പകുതിയാക്കി ഒരു പകുതി കാളിനും മറുപകുതി ജെയ്ഡിനുമായി ബുദ്ധസന്യാസി പഠിപ്പിച്ചു കൊടുത്തു. എന്നും അവർ ഒന്നിച്ചു
ജീവിച്ചു മുന്നേറട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടായിരുന്നു വധ. ക്രോളിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് കൈമാറി അവിടെ നിന്ന് നടന്നു നീങ്ങുന്ന ബുദ്ധസന്യാസിയുടെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.